عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കൃത്യമായിട്ട് പാലിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ട ആളുകളുടെയും പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ നമ്മുടെ ബന്ധങ്ങളിലും പരിചയങ്ങളിലുമൊക്കെയുണ്ട്. ആശുപത്രികളിൽ അത്യാസന്ന നിലയിൽ കഴിയുന്ന രോഗികളുണ്ട്. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണ ശിഫയും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണിന്ന്. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. അത് സംബന്ധമായ ചില വിചാരപ്പെടലുകളാണ് ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശം. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന് അറബി ഭാഷയിലൊരു ആപ്തവാക്യമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് സാന്ദർഭികമായിട്ട് നിർവഹിക്കപ്പെടുന്ന അറിവുകളാണ്. സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കി നൽകുന്ന ഉദ്ബോധനങ്ങളും അതനുസരിച്ചുള്ള പഠനങ്ങളുമാണ് ഏറ്റവും നല്ല പഠനമെന്ന് അറബി ഭാഷയിലൊരു ആപ്തവാക്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സംബന്ധമായി പരിസ്ഥിതിയുമായിട്ടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ബന്ധം അത് ഹ്രസ്വമായിട്ടാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് സമർപ്പിച്ചൊരു ശരീഅത്ത്, ആ നിയമവ്യവസ്ഥ അത് വർത്തമാന കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ ഏറ്റവും പ്രസക്തമാണ് എന്ന് നമുക്ക് ഇതൊക്കെ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ബോധ്യപ്പെടും. 974 മുതലാണ് ലോകത്ത് ഇങ്ങനത്തെ ഒരു ദിനം ആചരിക്കാൻ തുടങ്ങിയതെങ്കിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ന് ലോകം അല്ലെങ്കിൽ ആധുനിക മനുഷ്യൻ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള കൃത്യമായ പാഠങ്ങൾ ലോകത്തിന് പകർന്നു നൽകിയ ആശയമാണ്, അതിൻ്റെ വക്താക്കളാണ് നാം എന്ന ബോധ്യം നമുക്കുണ്ടാവണം. പരിശുദ്ധ ഇസ്ലാം മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ ഭൂമിയിലുള്ള സകലതും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ കാര്യം ഖണ്ഡിതമായിട്ട് ഖുർആൻ പറയുന്നുമുണ്ട്. ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, ഈ ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, എല്ലാം മനുഷ്യൻ്റെ ഗുണത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ഭൂമിയുടെ സംവിധാനം പോലും കൃത്യമായ അകലത്തിലും മറ്റും സൂര്യനിൽ നിന്ന് കൃത്യമായിട്ട് അകലത്തിൽ സ്ഥാപിക്കപ്പെട്ടതൊക്കെ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥക്ക് സൗകര്യപ്രദമായ രീതിയിലാണ്. വൽ അർള വളഅഹാ ലിൽ അനാം, സൂറത്തുൽ വാഖിഅ നാം ഓതാറുണ്ട്. ഭൂമി അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചത് മനുഷ്യരടങ്ങുന്ന ജീവജാലങ്ങൾക്കാകുന്നു എന്ന് ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യന് ആവശ്യമായ എല്ലാ വിഭവങ്ങളും സൗകര്യങ്ങളും ഭൂമിയിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ടെന്നാണ്. അത് എത്ര തലമുറകൾക്കാണെങ്കിലും, ഖിയാമത്ത് നാൾ വരെയുള്ള എത്ര തലമുറകൾ വന്നാലും അവർക്ക് ആവശ്യമായ വിഭവങ്ങളൊക്കെ പടച്ച റബ്ബ് ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷേ ആവശ്യത്തിന് മാത്രം, അനാവശ്യത്തിനോ ധൂർത്തിനോ അല്ലെങ്കിൽ ആഡംബരത്തിനോ ഉള്ള വിഭവങ്ങൾ ഈ ദുനിയാവിൽ അല്ലാഹു സംവിധാനിച്ചിട്ടില്ല. എക്കാലത്തും ജീവിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമായ വിഭവങ്ങളൊക്കെ പടച്ച റബ്ബ് ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ മറ്റുമൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുക. ഭൂമിയുടെ പരിപാലന ചുമതല അള്ളാഹു ഏൽപ്പിച്ചത് മനുഷ്യനെയാണ്. ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ, ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് അയച്ചു. വസ്തഅമറകും ഫീഹാ, ഈ ഭൂമിയുടെ പരിപാലന ചുമതല അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഈ ഭൂമിയെ പരിപാലിക്കുക, ശ്രദ്ധിക്കുക, ആ ഉത്തരവാദിത്വം മനുഷ്യൻ്റേതാണെന്ന് ഖുർആൻ കൃത്യമായിട്ട് മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട്. പരിപാലനത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മനുഷ്യൻ ഭൂമിയെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നാണല്ലോ ഇതിൻ്റെ താല്പര്യം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു മനോഹരമായൊരു ഹദീസുണ്ട്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, തഹഫ്ഫളൂ മിനൽ അർള്, ഭൂമിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ വേണം, നല്ല ശ്രദ്ധ വേണം. ഭൂമിയെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഫഇന്നഹാ ഉമ്മുക്കും, കാരണം ഭൂമി നിങ്ങളുടെ മാതാവാകുന്നു, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. വഇന്നഹു ലൈസ മിൻ അഹദിൻ ആമിലിൻ അലൈഹാ ഖൈറൻ ഔ ശർറൻ, ഈ ഭൂമിയിൽ ആര് നല്ല കാര്യം ചെയ്താലും ചീത്ത ചെയ്താലും
ഈ ഭൂമിക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ ചെയ്താലും ഭൂമിക്ക് ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താലും എല്ലാം ഇല്ലാ വഹയ മുഖ്ബിറ, ഭൂമി സംസാരിക്കുക തന്നെ ചെയ്യുന്ന ആള് റബ്ബിനോട് പരാതി പറയും, അല്ലെങ്കിൽ അനുകൂലമായിട്ട് സംസാരിക്കും. ഈ ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭൂമി സംസാരിക്കും. ഭൂമി നിങ്ങളുടെ മാതാവാണ്, ഭൂമിയെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയെ പരിപാലിക്കണം, സംരക്ഷിക്കണം, ശ്രദ്ധിക്കണം, ഭൂമിക്ക് ദ്രോഹകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. ഇതൊക്കെ വേണം. എന്നാൽ ഭൂമിയെ ആരാധിക്കാൻ പറ്റില്ല. അതാണ് ഇസ്ലാമും മറ്റ് പല മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഭൂമി ഉമ്മാനെപ്പോലെ, ഉമ്മയെ നാം പരിചരിക്കുന്നത് പോലെ, ശ്രദ്ധിക്കുന്നത് പോലെ വളരെയധികം ജാഗ്രതയോടുകൂടി ഭൂമിയുടെ കാര്യത്തിൽ ശ്രദ്ധ നമുക്ക് വേണം. പക്ഷേ ഭൂമി ആരാധിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് വന്ദേ മാതരം എന്ന് പറയുന്ന ദേശീയ ഗാനം ആലപിക്കാൻ ഒരു മുസ്ലിമിന് പറ്റില്ല എന്ന് കൃത്യമായിട്ട് നാം നിലപാടെടുത്തത്. വന്ദേ മാതരം എന്ന് പറയുന്ന ദേശീയ ഗീതം അതിൻ്റെ ആദ്യ വരികൾ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ പിന്നെ ഈ ഭൂമിയെ ദുർഗാദേവിയായി, ലക്ഷ്മി ദേവിയായി, അല്ലെങ്കിൽ സരസ്വതി ദേവിയായിട്ട് അവതരിപ്പിച്ച് അതിനോട് പ്രാർത്ഥിക്കുന്ന ഓരോരോ രീതിയാണ് ദേശീയ ഗീതമാകുന്ന വന്ദേ ഭാരതത്തിലുള്ളത്, വന്ദേ മാതരത്തിലുള്ളത്. അതുകൊണ്ട് അത് നമ്മുടെ തൗഹീദിനെതിരാണ്. ഭൂമിയെ ആദരിക്കാം, ഭൂമിയെ പരിചരിക്കാം, ഭൂമിയെ സംരക്ഷിക്കാം, അതൊക്കെ വേണം. പക്ഷേ ഭൂമിയെ ആരാധിക്കാൻ പറ്റില്ല. അത് രണ്ടും വലിയ വ്യത്യാസമുണ്ട്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കൃത്യമായ പാഠങ്ങൾ വിശുദ്ധ ഖുർആൻ ഹദീസുമൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒറ്റ ആയത്ത് മാത്രം പോരെ. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഖുർആൻ അല്ലാഹു പറഞ്ഞതാണ്. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, അതിമനോഹരമായി ഭൂമിയെ സംവിധാനിച്ച് നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചതിൻ്റെ ശേഷം നിങ്ങൾ ഈ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, ഭൂമിയെ മലിനപ്പെടുത്തരുത്, ഭൂമിയെ നശിപ്പിക്കരുത്. കൃത്യമായിട്ട് പറയാം, ഈ ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്, ഭൂമിക്ക് വിദ്രോഹകരമാകുന്ന ഒരു കാര്യവും നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഹദീസ് ആയത്ത് നമ്മൾ പഠിപ്പിക്കുകയാണ്. വളരെ സ്പഷ്ടമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലെ ഓരോ സൃഷ്ടിക്കും, ഓരോ ജീവിക്കും അതിൻ്റേതായിട്ട് ധർമ്മങ്ങളുണ്ട്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൂമിയോട്, പ്രകൃതിയോട്, പരിസ്ഥിതിയോട് നാം ദ്രോഹം ചെയ്യുകയാണെങ്കിൽ, പാറകൾ പൊട്ടിക്കുകയാണെങ്കിൽ, മണ്ണ് മാന്തി നീക്കം ചെയ്യുകയാണെങ്കിൽ, അതുപോലത്തെ മരങ്ങൾ വെട്ടിമാറ്റുകയാണെങ്കിൽ, നീർത്തടങ്ങൾ നികത്തുകയാണെങ്കിൽ, അതുപോലെ ഈ പ്രകൃതിക്ക് വിദ്രോഹകരമാകുന്ന എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സത്യത്തിൽ മതപരമായി വലിയൊരു കുറ്റം നാം ചെയ്യുന്നുണ്ട്. ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും എല്ലാം റബ്ബിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം ഒരു പിടി മണ്ണ് വാരിയെടുത്താൽ അതിൽ അനേകായിരം സൂക്ഷ്മാണുക്കളുണ്ട്, സൂക്ഷ്മജീവികളുണ്ട്. നാം അത് നശിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മരം വെട്ടിമാറ്റുകയാണെങ്കിൽ റബ്ബിന് തസ്ബീഹ് ചൊല്ലുന്ന ഒരുപാട് ആളുകളെ കൊന്നൊടുക്കുന്നു, നശിപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അക്കാര്യം ഖണ്ഡിതമായിട്ട് ഖുർആനാ പറയുന്നത്. തുസബ്ബിഹു ലഹു സ്സമാവാതു സബ്ഉൽ അർളു വമാ ഫീഹിൻ വമൻ ഫീഹിൻ, ആകാശം, സപ്തവാനങ്ങളും ഭൂമികളുമൊക്കെ അവയിലുള്ള സകല ചരാചരങ്ങളും, നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്ത, അറിവിൽപ്പെടാത്ത കോടാനുകോടി ജീവജാലങ്ങളും വസ്തുക്കളുമൊക്കെ ഈ ഭൂമിയിലുണ്ട്. ഇങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും വസ്തുക്കളുമൊക്കെ അല്ലാഹു തസ്ബീഹ് ചൊല്ലുന്നു, അവന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, മനുഷ്യരെ നിങ്ങൾക്ക് അവരുടെ സംസാര ഭാഷ, പക്ഷികളുടെ, മൃഗങ്ങളുടെ, ചെടികളുടെ തസ്ബീഹും തഹ്മീദും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും മനുഷ്യൻ്റെ അല്ലാഹുവിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, തഹ്മീദ് ചൊല്ലുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്കെതിരെയുള്ള കയ്യേറ്റം, അള്ളാഹു തസ്ബീഹ് ചൊല്ലുന്ന, അവന് തഹ്മീദ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെ, പ്രകൃതിയെ നശിപ്പിക്കുന്നത്, അങ്ങനത്തെ ഒരു വലിയ കുറ്റകൃത്യമാണ് നാം ചെയ്യുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. കഴുത പോലും, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കങ്ങനെ കണ്ടൊരു കാഴ്ചയുണ്ട്, ഹദീസിൽ കാണാൻ കഴിയും. രണ്ട് സ്വഹാബിവരന്മാർ കഴുതപ്പുറത്ത് നിന്ന് സംസാരിക്കുകയാണ്. കഴുതയുടെ പുറത്ത് നമ്മൾ ബൈക്കിൻ്റെ മുകളിലേക്ക് എന്നിട്ട് രണ്ടാളങ്ങോട്ട് കൂടെ സംസാരിക്കൂലേ, എന്ന പോലെ ഒരു കഴുതയുടെ പുറത്തിരുന്ന് അപ്പുറത്തുപ്പുറത്തുള്ള രണ്ടാളുകൾ സംസാരിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർകബൂഹാ സാലിമത്തൻ ഔ ദഉഹാ സാലിമത്തൻ വലാ തത്തഖദൂഹാ ഖറാസിയ, നിങ്ങൾ ഒന്നുകിൽ നിങ്ങളതിനെ സൗകര്യത്തോടു കൂടി യാത്ര ചെയ്യാം നിങ്ങൾക്ക് കഴുതപ്പുറത്ത്, അതല്ലെങ്കിൽ അതിനെ വെറുതെ വിടണം. നിങ്ങൾക്ക് യാത്ര ചെയ്യാനും ഭാരം കൊണ്ടുപോകാനും മറ്റാവശ്യങ്ങൾക്കും കൃഷി ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് കഴുതയെയും മറ്റു വാഹനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം.
വലാ തത്തഖിദൂഹാ ഖറാസിയ. അല്ലാഹു റസൂൽ പറയാം, നിങ്ങൾ ഒരിക്കലും ഈ മൃഗങ്ങളെ, ഈ വാഹനങ്ങളെ നിങ്ങൾ കുർസിയാക്കരുത്, കസേരയാക്കരുത്. നിങ്ങൾക്ക് വിശ്രമിക്കാൻ, കഥ പറയാൻ, സൊള്ളാൻ അവയുടെ പുറത്തിരുന്ന് കൊണ്ട് അവയെ ദ്രോഹിക്കാൻ പാടില്ല. പാവം ജീവികളാണവ. ശേഷം അല്ലാഹു റസൂൽ പറഞ്ഞു, ഫറുബ്ബ മർകൂബിൻ ഖൈറുൻ മിൻ റാകിബിഹാ. എത്ര മൃഗങ്ങളുണ്ട്, അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്നവരെക്കാൾ നല്ലവരാണവർ. ഈ യാത്ര ചെയ്യുന്ന, പുറത്ത് യാത്ര ചെയ്യുന്ന മനുഷ്യരെക്കാൾ അള്ളാഹുവിനെ ഓർക്കുന്ന, റബ്ബിന് വഴങ്ങുന്ന, ഇബാദത്ത് ചെയ്യുന്ന എത്ര ജീവജാലങ്ങളുണ്ട്, എത്ര മൃഗങ്ങളുണ്ട്, കഴുതകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്. അല്ലാഹു റസൂൽ പറയാണ്, വഅക്സറു ദിക്റൻ ലില്ലാഹി തആല. അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന കഴുതയെ പറ്റി അല്ലാഹു റസൂൽ പറയുന്നത്, കഴുത അള്ളാഹു ദിക്ർ ചൊല്ലുന്ന മൃഗമാണ്. അതുപോലെ മറ്റ് വാഹനമായിട്ട് ഉപയോഗിക്കുന്ന മറ്റ് ഒട്ടകങ്ങളൊക്കെ എന്തൊക്കെയാണ്? റബ്ബിനെ സ്മരിക്കുന്ന, ദിക്ർ ചൊല്ലുന്നവയാണ്. അവിടെ പുറത്ത് വെറുതെ എന്നുകൊണ്ട് വർത്താനം പറയാൻ പാടില്ല എന്ന് റസൂൽ പഠിപ്പിക്കാം. ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളൊക്കെ റബ്ബിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തുന്നു, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് നേരെയുള്ള എല്ലാ കയ്യേറ്റവും സത്യത്തിൽ റബ്ബിനോട് നാം ചെയ്യുന്ന നീതികേടാണ്, നന്ദികേടാണ് എന്ന് കൃത്യമായിട്ട് ഖുർആൻ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വായു, വെള്ളം, അതുപോലെ മണ്ണ്, തീ. ഈ 4 എണ്ണം. ഇതിൻ്റെ കാര്യത്തിലൊക്കെ നല്ല കൃത്യമായ ഒരു നിർദ്ദേശം തന്നെ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇവ നന്നായി ശ്രദ്ധിച്ചുപയോഗിക്കേണ്ടവയാണ്. ആവശ്യത്തിന് എത്രയും ആവശ്യാനുസരണം ഉപയോഗിക്കാം, പക്ഷെ അമിതോപയോഗം പാടില്ല. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. എല്ലാറ്റിലും മിതത്വമേ പാടുള്ളൂ. അമിതമായിട്ടുള്ള ഉപയോഗം, ആഡംബരം, ദ്രവ്യം ഇസ്ലാം അനുവദിക്കുന്നില്ല. അവർ പിശാചിൻ്റെ കൂട്ടുകാർ, പിശാചിൻ്റെ സഹകാരികൾ, പിശാചിൻ്റെ സഹോദരങ്ങൾ എന്നാണ് ഖുർആൻ അവർ വിശേഷിപ്പിച്ചത്. മണ്ണാണെങ്കിലും വെള്ളമാണെങ്കിലും വായുവാണെങ്കിലും എല്ലാറ്റിലും ഒരു മിതത്വം. ഒരു സഹാബി വുളൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മഹാദ സറഫ്, എടോ സഅദ്, എന്താണ് ഈ കാണിക്കുന്ന ഇത്രമാത്രം വെള്ളം എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ സ്വഹാബി നബിയോട് ചോദിച്ചു, അഫിൽ വുളൂ ഇസ്റഫ് യാ റസൂലല്ലാഹ്, നബിയെ വുളൂ എടുക്കുന്നിടത്തും ഈ ഒരു കൺട്രോൾ ഉണ്ടോ, നിയന്ത്രണം ഉണ്ടോ? അതിന് കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ചുകൂടെ? വുളൂ എടുക്കുന്നതിലും അമിത ഉപയോഗം പാടില്ല എന്ന് ചോദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിക്ക് കൊടുത്ത മറുപടി, നഅം വഇൻ കുൻത അലാ നഹ്റിൻ ജാർ. നഅം വഇൻ കുൻത അലാ നഹ്റിൻ ജാർ. അതെ, സമൃദ്ധമായി ഒഴുകുന്ന പുഴയുടെ തീരത്തു നിന്ന് വുളൂ ചെയ്യുകയാണെങ്കിൽ പോലും ആവശ്യത്തിനേ പറ്റൂന്ന്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്, ഒഴുകി പോകുന്ന വെള്ളമാണ്. അവിടുന്ന് വുളൂ ചെയ്യുമ്പോൾ എപ്പോഴും ആവശ്യത്തിന് എടുക്കാവൂ, അമിതമായിട്ട് ഉപയോഗം പാടില്ല എന്ന് കൃത്യമായിട്ട് മതം നമ്മൾ പഠിപ്പിക്കാം. കാരണം അതിനൊക്കെ മൂല്യം അത്രമാത്രം വിലപ്പെട്ടതാണ്. വെള്ളം എത്രമാത്രം വിലപ്പെട്ടതാണ്. 1 ലിറ്റർ വെള്ളത്തിന് നമ്മുടെ നാട്ടിലൊക്കെ കടയിൽ പോയി 1 ലിറ്ററിൻ്റെ കുപ്പി വാങ്ങാൻ 15 രൂപ കൊടുക്കണം. 15 രൂപ. ഒരു ശരാശരി മനുഷ്യൻ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കൊടുക്കണമെന്നാണ് ആരോഗ്യശാസ്ത്രം പറയുന്നത്. അപ്പോൾ 45 രൂപ കുടിവെള്ളത്തിന് വേണ്ടി മാത്രം ഒരു ദിവസം ചെലവഴിക്കേണ്ടതിന് വില കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ, അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഒരു വർഷത്തേക്കാകുമ്പോൾ എത്ര വരും? 365 × 45 ഗുണിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന കണക്ക് 16,425 രൂപയാണ്. ഒരു മനുഷ്യൻ ഒരു ശരാശരി 65 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ അവൻ 10,67,625 രൂപ അവൻ കുടിവെള്ളത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കേണ്ടി വരുന്ന കണക്കുകൾ അങ്ങനെയാണ്. ഒരു 15 രൂപയ്ക്ക് വെള്ളം വാങ്ങുകയാണെങ്കിൽ അങ്ങനെ കണക്കൊണ്ട് കൂട്ടി നോക്കി അത്രയും വേണം. നാം സുലഭമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വായുവിൻ്റെ, ഓക്സിജൻ്റെ വില നാം മനസ്സിലാക്കി. 2020 മറ്റുമൊക്കെ കൊറോണ കാലത്ത് ഓക്സിജൻ ലഭിക്കാതെ, ഓക്സിജൻ സിലിണ്ടറുകൾ ലഭിക്കാതെ ലോകത്തിൻ്റെ എത്ര ഭാഗങ്ങളിലാണ് മനുഷ്യർ മരിച്ചു വീണത്. ഒരു ശ്വാസം എടുക്കാൻ നമുക്ക് 3 രൂപ ചിലവുണ്ട്. ഓക്സിജന് മറ്റേ കണക്ക് വെച്ച് നോക്കുമ്പോൾ 1 ശ്വാസം എടുക്കാൻ 3 രൂപ. 1 മിനിറ്റിൽ ഒരു 20 തവണയെങ്കിലും നാം ശ്വാസം എടുക്കുന്നതാണ്. അപ്പോൾ 60 രൂപ വരും. അങ്ങനെ കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ എത്രയോ വലിയൊരു പണം. 1 മണിക്കൂറിന് വേണ്ടി 3600 രൂപ നമ്മൾ ഓക്സിജന് വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്ന. അങ്ങനെ കണക്കൂട്ട് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് കോടിക്കണക്കിന് രൂപ വരും. ഒരായുഷ്കാലമാകുമ്പോഴേക്ക് അനേക കോടി രൂപ ഓക്സിജന് വേണ്ടി നാം ചെലവഴിക്കേണ്ടി വരും. ഉദാരനായ റബ്ബ്, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ദയാലുവായ റബ്ബ് നമുക്ക് ഉദാരമായി തന്നിരിക്കുന്ന നമ്മ അനുഗ്രഹങ്ങളൊന്നും വിസ്മരിച്ചു പോവാണ്, മറന്നു പോവാണ്. അപ്പം ഇങ്ങനെ ഇതൊക്കെ അമൂല്യമായ വസ്തുക്കളാണ്. മണ്ണും വെള്ളവും വായുവും മറ്റുമൊക്കെ അതിൻ്റെ കാര്യത്തിലെ കൃത്യമായ നിർദ്ദേശം ഇസ്ലാം നമുക്ക് നൽകുകയാണ്. അതൊക്കെ മലിനമാവാതെ
എല്ലാ കാലത്തും അടുത്ത തലമുറക്ക് പോലും സൂക്ഷിക്കാവുന്ന രീതിയിൽ, അതിൻ്റെ ലഭ്യതയ്ക്ക് കുറവ് വരാത്ത രീതിയിൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ഹദീസ് കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത്തഖുൽ മലാഇന സലാസ്, 3 ശാപം ലഭിക്കുന്ന ഇടങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ആൾക്കാരുടെ ശാപവാക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് ശ്രദ്ധിക്കണം. 3 സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അല്ലാഹു റസൂൽ പറയുന്നു. ഒന്ന് അൽ ബറാസ ഫിൽ മവാരിദ് എന്നാണ്, ജലസ്രോതസ്സുകളിൽ വിസർജനം ചെയ്യുക, മാലിന്യം വലിച്ചെറിയുക. മനുഷ്യൻ്റെ കുടിവെള്ളം, ഉപയോഗത്തിൻ്റെ വെള്ളം ഉണ്ടാകുന്ന, അത് ഒഴുകുന്ന സ്ഥലങ്ങളിൽ, തോടാണെങ്കിലും പുഴയാണെങ്കിലും കുളമാണെങ്കിലും കിണറാണെങ്കിലും ആ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നിർവഹിക്കുക, അറവ് മാലിന്യങ്ങൾ തള്ളുക, വീട്ടിൽ വേസ്റ്റ് തള്ളുക തുടങ്ങിയ അൽ ബറാസ ഫിൽ മവാരിദ് കൃത്യമായിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു. എന്നപോലെ ഒന്നാമത്തേത് വഖാഅത്തി ത്വരീഖ്, വഴി. രണ്ടാമത്തേത് വഖാഅത്തി ത്വരീഖ്, വഴിയോരങ്ങളിൽ മനുഷ്യന്മാർ നടന്നു പോകുന്ന റോഡ് സൈഡിലും മറ്റുമൊക്കെ മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളുക. ഇത് ഇക്കാലത്ത് സഹോദരന്മാരുടെയൊക്കെ ബോധവന്മാരാണ് മനുഷ്യർ. നല്ല ഫൈനും പിഴയൊക്കെ കിട്ടും. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ ജീവിച്ച ഒരു മഹാത്മാവ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ. ഈ 3 ഇടങ്ങൾ, അതുപോലെ വള്ളിൽ മനുഷ്യരൊക്കെ വിശ്രമിക്കുന്ന തണലുകൾ, ജലസ്രോതസ്സുകളിൽ, അതുപോലെ മനുഷ്യർ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ, അതുപോലെ മനുഷ്യർ വിശ്രമിക്കുന്ന തണൽ ഇടങ്ങളിലൊക്കെ മാലിന്യങ്ങൾ തള്ളുന്നത്, വിസർജിക്കുന്നത്, മൂത്രമൊഴിക്കുന്നത്, പൊതു ഇടങ്ങളിലൊക്കെ മൂത്രമൊഴിക്കുന്നതും കാഷ്ടിക്കുന്നതുമൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ശാപം ലഭിക്കാൻ കാരണമാകുമെന്ന് ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിക്കാൻ എത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പറയുന്നു ധാരാളമായിട്ട്. അതൊക്കെ ഒരു ഇബാദത്തിൻ്റെ ഭാഗമായിട്ട് കാണുകയാണ്. നോക്കണം, അതാണ് നമ്മുടെ മതപരമായൊരു ധർമ്മമായിട്ട് പഠിപ്പിക്കുകയാണ് മതം. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്, കൃഷി ചെയ്യുക എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാമിൻ മുസ്ലിമിൻ യഖ്റസു ഖർസൻ, ഒരാളൊരു ചെടി നടന്നു, അല്ലെങ്കിൽ വൃക്ഷത്തൈ നടന്നു, എന്നിട്ട് ഇല്ലാക്കാന ലഹു ഇല്ലാക്കാന മാ ഉക്കില മിൻഹു ലഹു സദഖ, അതിൽ പഴങ്ങളുണ്ടായി, ഫലങ്ങളുണ്ടായി, അതിൽ നിന്ന് ആര് ഭക്ഷിച്ചാലും അത് അവന് ദാനമാണ്, സദഖയുടെ കൂലി കിട്ടും. പക്ഷികൾ തിന്നുപോയാലും മനുഷ്യർ കൊണ്ടുപോയാലും മോഷ്ടിച്ചാൽ പോലും അതിൻ്റെ പ്രതിഫലം അവന് കിട്ടുമെന്നാണ്. ഉമാസുരക്കമിനുഹു, മോഷ്ടിച്ചാലും കൂലി കിട്ടും. ഒരാൾ വാഴയുണ്ടാക്കി, വാഴക്കൊല ഒരു കള്ളൻ വെട്ടിക്കൊണ്ടുപോയി, അതിൻ്റെ കൂലി ആ കർഷകന് കിട്ടുമെന്ന് ലോകത്ത് പഠിപ്പിക്കുന്ന മഹത്തായ ഒരാശയം. എന്ന പോലെ അതിൽ നിന്ന് എങ്ങനെ ചുരുങ്ങിയാലും അത് നഷ്ടപ്പെടുകയില്ല, ഇവന് പ്രതിഫലം കിട്ടുമെന്നാണ്. അഥവാ ധാരാളമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് കൃഷിയും മറ്റുമൊക്കെ. ഖിയാമത്ത് നാൾ വന്നു എന്ന് കേട്ടാൽ ഖിയാമത്ത് നാളിന് ആരവങ്ങൾ നടക്കുന്നു. ആ സമയത്ത് അല്ലാഹു റസൂൽ പറയുന്നു, ഖാമത്തു അലാ അഹദികുൽ ഖിയാമ വഫി യദിഹി ഫസീലത്തുൻ ഫല്യഗ്രിസ്ഹ, ഖിയാമത്ത് നാൾ വരാനിരിക്കുന്നു, അതിൻ്റെ ആരവങ്ങൾ കേൾക്കുകയാണ്. ആ സമയത്ത് ഒരാളുടെ കയ്യിലൊരു ചെടിയുണ്ട്. ഇനി എവിടെ അത് കുഴിച്ചിടാൻ സമയം? ലോകം നശിക്കാൻ പോവാണ്, ഭൂമി നശിക്കാൻ പോവാണ്, പ്രപഞ്ചം തകരാൻ പോവാണ്. എന്നാൽ പോലും അമാന്തം കാണിക്കാതെ അവൻ്റെ കയ്യിലുള്ള ആ ചെടി നടണമെന്ന് ലോകത്തോട് പഠിപ്പിക്കുമ്പോൾ പരിസ്ഥിതി പാഠങ്ങളുടെ ഏറ്റവും മഹോന്നതമായ ആശയങ്ങളാണ് ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പകർന്നു കൊടുത്തത്. മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, മരങ്ങൾ വെട്ടി മുറിക്കരുതെന്നും പറഞ്ഞു. പ്രത്യേകിച്ച് തണൽ മരങ്ങളൊക്കെ. നബിയും സഹാബത്തൊക്കെ ജീവിച്ചത് മരുഭൂമിയിലാണ്. യാത്ര ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും തണൽ മരം ഉണ്ടാക്കും. അത് ആ തണൽ മരം വെട്ടിമുറിക്കുന്ന ഒരു കാര്യവുമില്ലാതെ വെട്ടിമുറിക്കുന്നവൻ കടുത്ത കുറ്റം ചെയ്യുന്നു. ഗൗരവത്തിലാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, മൻ ഖതഅ സിദ്റതൻ സ്വവ്വബല്ലാഹു റഅസഹു ഫിന്നാർ, ഹദീസ് കാണാൻ കഴിയും. ഒരാൾ ഒരു തണൽ മരം വെട്ടിമുറിച്ചാൽ, ഒരു കാരണവുമില്ലാതെ തണൽ മരം, ആളുകൾ വിശ്രമിക്കുന്ന തണൽ മരം വെട്ടിമുറിച്ചാൽ സ്വവ്വബല്ലാഹു റഅസഹു ഫിന്നാർ, അവൻ അല്ലാഹു നരകത്തിൽ തലകുത്തി നിർത്തുന്നതാണ്. അവൻ അല്ലാഹു സുബ്ഹാനഹു നരക ശിക്ഷ കൊടുക്കുന്നു മാത്രമല്ല, തല കുത്തി നരകത്തിൽ നിർത്തുമെന്ന് ലോകത്തിൻ്റെ ഗുരു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പരിസ്ഥിതിക്ക് മാലിന്യമുണ്ടാക്കുന്ന, അപകടമുണ്ടാക്കുന്ന, ദ്രോഹമുണ്ടാക്കുന്ന ഒന്നും ഇസ്ലാം അനുഭവിക്കുന്നില്ല. ശബ്ദമലിനീകരണം പോലും അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഇന്ന് വർത്തമാനകാലത്ത് വലിയ ചർച്ചകളും വലിയ ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്. വലിയ സൗണ്ടിൽ മനുഷ്യരെ ശല്യപ്പെടുന്ന രീതിയിൽ, കാതടപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മതസംഘടനകളാണെങ്കിലും ദിക്റാണെങ്കിലും ദുആ ആണെങ്കിലും ഒക്കെ അമിതമായ ശബ്ദത്തിൽ മനുഷ്യരെ ശല്യപ്പെടുത്താൻ പാടില്ല എന്നുള്ളതല്ലേ വിശുദ്ധ ഖുർആനിലെ വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക്, നടത്തം മിതമായിട്ടുള്ള നടത്താവണം. വഖ്സിദ് ഫീ മശീക്, അല്ലാഹു പറയാണ്, നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കുക. വളരെ സാവകാശമല്ല, ഭയങ്കര സ്പീഡിലല്ല, ഒരു മിതമായെന്നുള്ള നടത്തം. വഗ്ളുദ് മിൻ സൗതിക്, ശബ്ദം താഴ്ത്തി സംസാരിക്കണം. വളരെ ലൗഡായിട്ടല്ല, വളരെ ശബ്ദം ഉയർന്ന് പൊങ്ങിയുള്ള സംസാരം പാടില്ല, പതിക്കല്ല, ഒരു മിതമായ രീതിയിൽ ഒരു ശബ്ദം താഴ്ത്തി സംസാരിക്കണമെന്ന് മതം പഠിപ്പിക്കുകയാണ്.
സഹാബത്ത് ഉറക്കെ അള്ളാഹുവിനെ വിളിക്കുന്നു. അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി യാത്രയിൽ അല്ലാഹു അക്ബർ ഉറക്കത്ത് ഹിടിയിൽ ചൊല്ലുന്നു, തക്ബീർ വിളിക്കുന്നു. അള്ളാഹിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ വിലക്കി, ഇർബഉ അലാ അൻഫുസികും, നിങ്ങൾ സമാധാനത്തിൽ വളരെ സൗമ്യമായി ശാന്തമായി റബ്ബിനെ വിളിക്കുക. ഫഇന്നകും ലാ തദ്ഉന അസമ്മ വലാ ഗായിബൻ, നിങ്ങൾ ചെവി പൊട്ടനായ അള്ളാഹുവിനെയല്ല വിളിക്കണത്. നിങ്ങൾ വിളിക്കുന്ന അള്ളാഹു നിതാന്ത ജാഗ്രതയോടുകൂടി എല്ലാം കേൾക്കുന്ന അള്ളാഹുവാണ്. വലാ ഗായിബൻ, അദൃശ്യനുമല്ല, നിങ്ങൾ സമീപത്തുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ശബ്ദത്തിൽ വിളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ആശയം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിലൊക്കെ നമ്മൾ ബോധവാന്മാരാവണം സഹോദരന്മാരെ. നമ്മുടെ വീടും നമ്മുടെ പരിസരവും അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളുമൊക്കെ വൃത്തിയിലും വെടിപ്പിലും കൊണ്ട് നടന്നാൽ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും, മതപരമായ നേട്ടങ്ങളുണ്ടാകും. ആ ശീലവും ആ ചിട്ടയുമൊക്കെ നമ്മുടെ മക്കളെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യദീനിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കൃത്യമായിട്ട് പാലിച്ച് ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.